നമസ്തേ. ഇനി നമുക്ക് ചെറിയൊരു സുഭാഷിതം വെച്ച് തുടങ്ങാം. സുഭാഷിതം എഴുതുന്നില്ല, കേട്ടാൽ മതി. കേട്ടാൽ അർത്ഥം മനസ്സിലാവും. ആദ്യം ചൊല്ലാം, അത് കഴിഞ്ഞിട്ട് അർത്ഥം നോക്കാം. ഹസ്തസ്യ ഭൂഷണം ദാനം, സത്യം കണ്ഠസ്യ ഭൂഷണം, ശ്രോത്രസ്യ ഭൂഷണം ശാസ്ത്രം, ഭൂഷണൈഃ കിം പ്രയോജനം. അപ്പം ആദ്യത്തെ പദം ഹസ്തസ്യ ഭൂഷണം ദാനം, കൈക്ക് അലങ്കാരം, ഭൂഷണം ദാനം. വളയോ ബ്രേസ്ലെറ്റോ അതൊന്നുമല്ല, കൈക്ക് അലങ്കാരം എന്താണ്? ദാനം. ഹസ്തസ്യ കൈയുടെ. സത്യം കണ്ഠസ്യ ഭൂഷണം, കണ്ഠത്തിന്റെ ഭൂഷണം അലങ്കാരം എന്താണ്? സത്യം പറയാം. സത്യം പ്രിയമായിട്ട് ഹിതമായിട്ടുള്ള സത്യം. ശ്രോത്രസ്യ ഭൂഷണം ശാസ്ത്രം, ചെവിക്ക് അലങ്കാരം. ശ്രോത്രം എന്ന് പറയുമ്പോൾ ചെവി. ശ്രോത്രസ്യ ഭൂഷണം ശാസ്ത്രം, ശാസ്ത്രം കേൾക്കുക. നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങൾ, ഇതിഹാസം, പുരാണം, ഭാഗവതം, ഭഗവത്ഗീത, അങ്ങനത്തെ ഗ്രന്ഥങ്ങൾ. ഭൂഷണൈഃ കിം പ്രയോജനം, അന്യഭൂഷണൈഃ, മറ്റേ ഭൂഷണങ്ങൾ, ആഭൂഷണങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? ശരിക്കും പ്രയോജനം ഒന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് കൂടുതൽ വിഭക്തിയിലേക്ക് കടക്കാം. മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. മലയാളം ക്ലാസ് അല്ല, കാരണം ഞാൻ മലയാളം എടുത്തു കഴിഞ്ഞാൽ വട്ടപൂജയാവും, നെഗറ്റീവിലേക്ക് പോകും നിങ്ങൾ, കാരണം എനിക്ക് മലയാളം അറിയില്ല. അപ്പം നമുക്ക് കുറച്ച് സെൻറ്റൻസസ് എഴുതി വെച്ചിട്ടുണ്ട്, സിമ്പിളായിട്ടുള്ള വാക്യങ്ങൾ. അതാദ്യം നോക്കാം. രാമൻ നമിക്കുന്നു, രാമനെ ശിവൻ നമിക്കുന്നു, രാമനാൽ രാവണൻ വധിക്കപ്പെട്ടു, രാമന് നമസ്കാരം, അല്ലെങ്കിൽ രാമനായിക്കൊണ്ട് നമസ്കാരം, രാമനിൽ നിന്ന് ഈ പ്രപഞ്ചം ഉദ്ഭവിച്ചു, രാമൻ്റെ അമ്മ കൗസല്യ, രാമനിൽ ഭക്തി ഉറയ്ക്കണം, ഹേ രാമ ജയിച്ചാലും. ഇപ്പം നമ്മൾ നോക്കാതെ രാമ എന്ന പദം തന്നെ പല പല രീതിയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുകയാണ്. രാമൻ, രാമനെ, രാമനാൽ, രാമന് അല്ലെങ്കിൽ രാമനായിക്കൊണ്ട്, രാമനിൽ നിന്ന്, രാമൻ്റെ, രാമനിൽ, ഹേ രാമ. ഇത്രയും പദങ്ങൾ ഒരേ പദത്തിൻ്റെ മൂലപദത്തിൻ്റെ പല പല ഭാവങ്ങളാണിത്. രാമന് അല്ലെങ്കിൽ രാമനായിക്കൊണ്ട്, രാമനിൽ നിന്ന്, രാമൻ്റെ, രാമനിൽ, ഹേ രാമ അല്ലെങ്കിൽ രാമ. അപ്പോൾ ഇവിടെ ഈ നാമപദങ്ങൾ നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8 ഗ്രൂപ്പാക്കി. നമ്മൾ പല പല ഗ്രൂപ്പുകളാക്കി. ഈ ഗ്രൂപ്പുകളിനെയാണ് നമ്മൾ വിഭക്തി എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു കുറച്ച് ക്ലാസ്സുകൾക്ക് മുൻപ്, വിഭക്തി എന്ന പദത്തിന് ഒരു അർത്ഥം വേർതിരിക്കാം, നാമപദങ്ങളെ ഗ്രൂപ്പാക്കി ആക്കുക. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും ഓരോ പ്രത്യേക അർത്ഥങ്ങൾ ഉണ്ട്. ഇതിന് ഒരു രാമൻ എന്ന് പറയുമ്പോൾ ഒരു അർത്ഥമുണ്ട്, രാമനെ എന്ന് വേറെ അർത്ഥം, അങ്ങനെ പല പല. ഇതെല്ലാം സംസ്കൃതത്തിൽ വരുമ്പോൾ രാമൻ ശബ്ദം അകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. പിന്നെ നമുക്ക് നോക്കൂ, സീത എടുക്കുകയാണ് നമ്മൾ. രാമശബ്ദത്തിന് സീത എന്ന ശബ്ദം കൊണ്ട് നമ്മൾ മാറ്റുകയാണ്. ഇപ്പം എങ്ങനെ വരും? ഓരോ വാക്യവും നമ്മൾ മാറ്റണം. രാമൻ നമിക്കുന്നു, സീത നമിക്കുന്നു, രാമനെ ശിവൻ നമിക്കുന്നു, സീതയെ ശിവൻ നമിക്കുന്നു, രാമനെ, സീത വന്നപ്പോൾ സീതയെ എന്നായി അല്ലേ. അതിൻ്റെ അവസാനം പല പല രീതിയിൽ സീത എന്ന പദം വ്യത്യസ്തമായാണ് പരിണമിക്കുന്നത്. അതേപോലെ രാമൻ എന്ന പദവും. രാമനാൽ രാവണൻ വധിക്കപ്പെട്ടു, സീതയാൽ, രാമനാൽ സീതയാൽ. ഇൻഡയറക്ട്ലി നോക്കുകയാണെങ്കിൽ സീതയാൽ ആണല്ലോ രാവണൻ വധിക്കപ്പെട്ടത്. രാമന് നമസ്കാരം, സീതയ്ക്ക് നമസ്കാരം, രാമനിൽ നിന്ന് ഈ പ്രപഞ്ചം ഉദ്ഭവിച്ചു, സീതയിൽ നിന്ന് ഈ പ്രപഞ്ചം ഉദ്ഭവിച്ചു, രാമന്റെ അമ്മ കൗസല്യ, സീതയുടെ, കണ്ടോ, രാമന്റെ സീതയുടെ അമ്മ കൗസല്യ, രാമനിൽ ഭക്തി ഉറയ്ക്കണം, സീതയിൽ ഭക്തി ഉറയ്ക്കണം, ഹേ രാമ ജയിച്ചാലും,
ഹേ സീതേ, സീത എന്നുള്ളതാണ് സംസ്കൃതത്തിൽ. അപ്പോൾ സീതേ നമ്മൾ ഗംഗേ, ആ പടത്തിൽ വരുന്നുണ്ടല്ലോ, എന്താണ് മണിച്ചിത്രത്തായിൽ ഗംഗേ എന്നാണോ വിളിക്കുക? ഗംഗേ എന്ന് വിളിക്കുക അല്ലേ? ശരിക്കും അതിൻ്റെ ശരിക്കുള്ള പദം ഗംഗേ എന്നാണല്ലോ, പക്ഷെ ഗംഗേ എന്ന് വിളിക്കുമല്ലോ. ഒരു പാട്ടും ഉണ്ടല്ലോ, ഗംഗേ ശ്വാസം നിർത്തി ഇങ്ങനെ പാടുന്ന, അതുപോലെ ഗംഗേ. ഹേ രാമ. ശരി, ഇനി അപ്പോൾ സീത എന്ന പദം നമ്മൾ ഉപയോഗിച്ചു. ഇനി വേറൊരു പദം ഉപയോഗിക്കാം, പ്രഭു. രാമൻ പ്രഭു ആണല്ലോ, അത് അവസാനിക്കുന്നത് വേറൊരു രീതിയിലാണ്. പ്രഭു, രാമ ആ വെച്ച്, പ്രഭു ഊ വെച്ചിട്ടാണ്. അപ്പൊ ഇനി രാമൻ നമിക്കുന്നു, പ്രഭു നമിക്കുന്നു. രാമനെ ശിവൻ നമിക്കുന്നു, പ്രഭുവിനെ. കണ്ടോ, പ്രഭുവിനെ, സീതയെ, രാമനെ. പല പല രീതിയിലാണ് അതിന്റെ അവസാനത്തെ പദം വരുന്നത്. രാമനാൽ രാവണൻ വധിക്കപ്പെട്ടു, പ്രഭുവിനാൽ രാവണൻ വധിക്കപ്പെട്ടു. രാമനാൽ പ്രഭു ആവുമ്പോൾ പ്രഭുവിനാൽ. രാമന് നമസ്കാരം, പ്രഭുവിന് നമസ്കാരം. രാമനിൽ നിന്ന് പ്രപഞ്ചം ഉദ്ഭവിച്ചു, പ്രഭുവിൽ നിന്ന് ഈ പ്രപഞ്ചം ഉദ്ഭവിച്ചു. രാമന്റെ അമ്മ കൗസല്യ, പ്രഭുവിന്റെ അമ്മ കൗസല്യ. രാമനിൽ ഭക്തി ഉറയ്ക്കണം, പ്രഭുവിൽ ഭക്തി ഉറയ്ക്കണം. ഹേ രാമ ജയിച്ചാലും, ഹേ പ്രഭോ, ഹേ പ്രഭോ, വിഭോ, ശിശോ, സ്ഥാണോ, ഹേ പ്രഭോ ജയിച്ചാലും. ശരി, ഇതേ നമ്മൾ ഇനി ഇംഗ്ലീഷിലാക്കാം. ഇംഗ്ലീഷിൽ നോക്കാം നമുക്ക്. എന്താണ്? രാമൻ നമിക്കുന്നു, രാമ സല്യൂട്ട്സ്, രാമ സല്യൂട്ട്സ് ഓൾ പ്രോസ്ട്രേറ്റ്സ്, എങ്ങനെയാണെന്ന് പറയാം. രാമനെ ശിവൻ നമിക്കുന്നു, രാമനെ ശിവൻ നമിക്കുന്നു. ശിവ പ്രോസ്ട്രേറ്റ്സ് രാമ, ശിവ പ്രോസ്ട്രേറ്റ് സല്യൂട്ട്സ് രാമ. ഇനി ഇവിടെ ഈ മലയാളത്തിൽ രാമനെ ശിവൻ നമിക്കുന്നു. നമ്മളൊന്ന് ഈ ക്രമം ഒന്ന് മാറ്റി കൊടുക്കാം, ഈ സെൻറ്റൻസിൻ്റെ ക്രമം മാറ്റി കൊടുക്കാം. ഞാൻ ക്രിയാപദം ആദ്യം കൊണ്ടുവരികയാണ്, എന്നിട്ട് ഇത് നടുക്ക് വരികയാണ്, ഇത് അവസാനം പോവാണ്. അപ്പം എങ്ങനെ വരുന്നു? നമിക്കുന്നു രാമനെ ശിവൻ, നമിക്കുന്നു ശിവൻ രാമനെ, ശിവൻ രാമനെ നമിക്കുന്നു. അത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമ്മൾ മാറ്റി കൊടുത്തോളൂ. അർത്ഥം മാറുമോ? ഇല്ലല്ലോ, മാറില്ലല്ലോ. ഇനി ഇംഗ്ലീഷിലെടുക്കാം. ശിവ സല്യൂട്ട്സ് രാമ. തിരിച്ചു നോക്കൂ, രാമ സല്യൂട്ട്സ് ശിവ. അർത്ഥം മാറൂലേ? അർത്ഥം മാറുമല്ലോ. ഇനി ഇതിൽ നോക്കാം. രാമനാൽ രാവണൻ വധിക്കപ്പെട്ടു. എങ്ങനെ ഇംഗ്ലീഷിൽ വരും? രാമനാൽ, ബൈ രാമ, ബൈ രാമ, രാവണൻ, രാവണ, വധിക്കപ്പെട്ടു, വാസ് കിൽഡ്, കിൽഡ്. രാവണ വാസ് കിൽഡ് ബൈ രാമ. ഇനി തിരിച്ചിട്ട് നോക്കൂ. രാവണ, നേരെ ഓപ്പോസിറ്റ് ആയി പോലെ. രാവണ വാസ് കിൽഡ് ബൈ രാമ. ഇനി രാമയെ രാവണനെ തിരിച്ചിടുക. രാമ വാസ് കിൽഡ് ബൈ, മാറില്ലേ? പ്രശ്നമാവുമല്ലോ അല്ലേ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? കാരണം ഇംഗ്ലീഷില് ബൈ രാമ, ഇതിലോ രാമനാൽ. ഇതില് ഈ രാമ ശബ്ദത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു ഈ സംഭവം. പക്ഷേ മലയാളത്തിലോ ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് അത് എവിടെ പോയി കഴിഞ്ഞാലും അതിനർത്ഥം അങ്ങനെ തന്നെ ഇരിക്കും. ഇനി അടുത്തുകൊണ്ട് നമുക്ക് രാമന് നമസ്കാരം. അത് പിന്നെ വേറെ ഒന്നും എടുക്കാനില്ല. സല്യൂട്ടേഷൻസ് ടു രാമ. രാമനിൽ നിന്ന് ഈ പ്രപഞ്ചം ഉദ്ഭവിച്ചു. ഫ്രം രാമ ദിസ് യൂണിവേഴ്സ് ഈസ് ബോൺ. നേരെ ഓപ്പോസിറ്റ് എടുത്താലോ? രാമ വാസ് ബോൺ ഫ്രം ദിസ് യൂണിവേഴ്സ്. അതെന്തുകൊണ്ട് വരുന്നു? ഫ്രം രാമ, രാമനിൽ നിന്ന്. ഫ്രം രാമ. അവിടെയും രാമനിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നു ഈ പദം ഫ്രം. പക്ഷെ നമ്മളിലോ രാമനിൽ നിന്ന്, ഇത് ഒരുമിച്ചാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് അത് എവിടെ ഇട്ടാലും അതാണ്. ചില ചില ഭാഷകളിൽ ഈ വിഭക്തികൾ പ്രശ്നമാണ്. പക്ഷേ മലയാളത്തിലും സംസ്കൃതത്തിലും അത് എവിടെ കൊണ്ടിട്ടാലും അതിൻ്റെ ക്രമം മാറ്റിക്കഴിഞ്ഞാലും അതിനർത്ഥം വ്യത്യാസം വരികയില്ല. അതുപോലെ രാമൻ്റെ അമ്മ കൗസല്യ. രാമാസ്
മദർ വാസ് കൗസല്യ. പക്ഷെ അത് മാറില്ല, അതങ്ങനെ തന്നെ ഉണ്ടാവും. ഇൻ രാമ ഭക്തി, രാമനിൽ ഭക്തി ഉറയ്ക്കണം. ഇൻ രാമ ഡിവോഷൻ ഷുഡ് സ്ട്രെങ്തൻ. നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ രാമ ഷുഡ് സ്ട്രെങ്തൻ ഇൻ ഡിവോഷൻ, അങ്ങനെ ആയിപ്പോവും, നേരെ ഓപ്പോസിറ്റ് ആയിപ്പോവും. അപ്പം ഇത്രയും മനസ്സിലായല്ലോ. വിഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ നാമപദങ്ങളെ വേർതിരിക്കുന്നു പല പല കാറ്റഗറിയിൽ. അതിന് ഓരോരോ അർത്ഥങ്ങൾ വരും. അത് മലയാളത്തിലും സംസ്കൃതത്തിലും ഒക്കെ എവിടെ ഇട്ടാലും ജക്സ്റ്റോപസിൽ പോലെ എവിടെ അപ്പുറത്തിപ്പുറത്തും മാറ്റിയാലും അർത്ഥം മാറില്ല. പക്ഷെ ചില ഭാഷകളിൽ അർത്ഥം മാറിപ്പോകും. ഇനി നമുക്ക് ഇത് സംസ്കൃതത്തിൽ എഴുതി നോക്കാം. ഈ വിഭക്തി ഓർമ്മ വരുമ്പോൾ ഒരു തമാശയാണ് ഓർമ്മ വരുന്നത്. ഒരമ്മ പറഞ്ഞാണ്, പണ്ട് ഈ ഒരു ഇല്ല ഉണ്ടായിരുന്നു, ശരിക്കല്ല, വെറുതെ തമാശയ്ക്ക് വേണ്ടി പറയാണ്. അപ്പം അവിടെ സംസ്കൃതം പഠിപ്പിക്കുകയാണ്. അപ്പോൾ സംസ്കൃതത്തിൽ സംസാരിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആചാര്യൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വന്ന് പറയണമെങ്കിൽ സംസ്കൃതത്തിലേ പറയാൻ പാടുള്ളൂ. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി പത്തായത്തിൽ കയറി മോഷണം ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ട് കാലത്ത് പത്തായൊക്കെ ഉണ്ടല്ലോ, ഈ 4 കെട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പത്തായത്തിൽ കയറി. അപ്പം എങ്ങനെ കയറി എന്ന് പറയണം? പത്തായത്തിൽ കയറി. ആരാണ്? ഈ കുട്ടിയുടെ പേരാണ് ചക്കി. അപ്പം സംസ്കൃതത്തിൽ വേണം ഉപയോഗിക്കാൻ. അപ്പം ഈ സേവനം ചെയ്യുന്ന സ്ത്രീ ആലോചിച്ചു, ചക്കി പത്തായത്തിൽ കയറി. അപ്പോൾ പത്തായത്തിൽ 10 എന്നുള്ളതും സംസ്കൃതം അറിയില്ല. അപ്പോൾ 10 എന്ന് പറയുന്നത് ദശ. അപ്പോൾ ദശയിൽ എന്ന് വെച്ചാൽ പത്തായത്തിൽ കയറി. കയറ് എന്ന് പറയുമ്പോൾ പാശം കയറ്, പാശം. അപ്പോൾ പാശി, കയറി എന്ന് പറയും പാശി. ചക്കി ദശായാം പാശി എന്ന് പോയി പറഞ്ഞു ആചാര്യനത്തെ. പക്ഷെ ആചാര്യൻ ഇത്രയും ആലോചിച്ച് നോക്കൂ, മനസ്സിലായി. പിന്നെ മെല്ലെ നോക്കിയപ്പോൾ ദാ അവിടെ പത്തായത്തിൽ ആര് കയറിയിരിക്കുന്നു? അപ്പം നമുക്കും കുറച്ചൊക്കെ സംസ്കൃതം പഠിക്കുമ്പോഴുള്ള കുഴപ്പം എന്താണ്? നമ്മൾ മലയാളവും ഹിന്ദിയൊക്കെ ചേർത്തെടുത്തിട്ട് സംസ്കൃതത്തിൻ്റെ വിഭക്തി മലയാളത്തിൻ്റെ അതും കൂടെ ചേർത്തിട്ട് പറയും. പക്ഷെ അതും നല്ലതാണ്, ഇത്തിരിയെങ്കിലും ഉള്ളിൽ കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലാകും നമുക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് സംസ്കൃതത്തിൽ എഴുതി നോക്കാം. രാമൻ നമിക്കുന്നു. എങ്ങനെയാണ് എഴുതുക സംസ്കൃതത്തിൽ? രാമഃ നമതി. രാമഃ നമതി. രാമൻ നമിക്കുന്നു. ഈ രാമൻ നമിക്കുന്നു. അടുത്തത് രാമനെ ശിവൻ നമിക്കുന്നു. ശിവഃ രാമം നമതി. നമ്മുടെ മലയാളത്തിൽ എഴുതിയത് തന്നെ സംസ്കൃതത്തിൽ എഴുതാണ്. ശിവഃ രാമം നമതി. ശിവൻ രാമനെ നമിക്കുന്നു. അപ്പം സതീദേവിയുടെ ഒരു ഇതാണ് ഓർമ്മ വരുന്നത്. പാർവതീദേവിയുടെ മുൻ ജന്മം സതീദേവിയാണല്ലോ. അപ്പം സതീദേവി വിവാഹത്തിന് ശേഷം വരുമ്പോൾ ശിവൻ എപ്പോൾ നോക്കിയാലും ധ്യാനത്തിലിരിക്കുകയാണ്. ഇപ്പം സതീദേവി ഓർത്തു, എന്നെ ആയിരിക്കും ധ്യാനിച്ചുകൊണ്ടിരിക്കുക ശിവൻ. കാരണം ഇപ്പം വിവാഹം കഴിച്ചതേ ഉള്ളൂ. അപ്പം സാധാരണ ന്യൂലി വെഡഡ് കപ്പിൾ എപ്പോഴും അപ്പുറത്തിപ്പുറത്തും ഇങ്ങനെ ഓർത്തിരിക്കുമല്ലോ. അപ്പം എന്നെ ആയിരിക്കും ഓർത്തിരിക്കുക. അപ്പം വെറുതെ ഇരിക്കുമ്പോൾ ശിവനോട് ചോദിച്ചു, അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത്? എന്നെയല്ലേ? എന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ ശിവൻ പറയും, അല്ല, നിന്നെ അല്ല ഞാൻ ധ്യാനിക്കുന്നത്. അപ്പം തന്നെ ഒരു ഷോക്കായി സതീദേവിക്ക്. അപ്പം ആരെയാണ് ധ്യാനിക്കുന്നത്? ശിവൻ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനാണല്ലോ. എല്ലാവരും വന്ന് പ്രഭുവിന് പുകഴ്ത്തുന്നുണ്ട്. അങ്ങക്ക് മുകളിൽ എന്തെങ്കിലും ഒരു ശക്തിയുണ്ടോ? അപ്പം ശിവൻ പറയും, ഞാൻ സ്മരിക്കുന്നത് എപ്പോഴും നാരായണൻ്റെ ഒരു അവതാരമാണ്. ആ അവതാരത്തിൻ്റെ പേരാണ് രാമൻ. ഇപ്പം രാമാവതാരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ രാമൻ്റെ കഥകൾ, വർണ്ണനകൾ, നാമമാണ് ഞാൻ സദാ സർവ്വനേരവും ജപിക്കുന്നത്. ശിവഃ രാമം നമതി. അപ്പം സതീദേവിക്ക് ദേഷ്യം വരും. സതീദേവിക്ക് അറിയാം നാരായണൻ്റെ മഹത്വം അറിയാം. പക്ഷെ എന്നാലും ഒരു ദേഷ്യം കാരണം സതീദേവി എന്ത് ചെയ്യും? അത്രയ്ക്ക് വലിയ ആളാണോ? ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. ശിവൻ്റെ അടുത്ത് ചോദിക്കാതെ പോകും പരീക്ഷിക്കാൻ. ആരെ? രാമനെ. രാമൻ അവിടെ കടൽ തീരത്ത് വരുണ ഭഗവാനെ നമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ശിവലിംഗവും നിർമ്മിച്ചുകൊണ്ട്. ആരെ അന്വേഷിച്ചുകൊണ്ട്? സീതാദേവിയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ലക്ഷ്മണൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മണൻ തൊഴുത് നിൽക്കുകയാണ്. രാമൻ ആ ലിംഗത്തിൻ്റെ അവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സതീദേവി സീതയുടെ രൂപം ധരിച്ചുകൊണ്ട് വരികയാണ് മുന്നിൽ. രാമൻ അവതാര പുരുഷനാണല്ലോ, എൻ്റെ പ്രഭു രാമൻ്റെ നാമമാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ മഹാത്മാവായിരിക്കുമല്ലോ, എല്ലാം അറിഞ്ഞ ആളായിരിക്കുമല്ലോ. അപ്പം ഞാൻ ടെസ്റ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്
സീതയുടെ രൂപം ധരിച്ചുകൊണ്ട് പോവാണ്. പ്രഭോ ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പോയപ്പോൾ രാമൻ തിരിഞ്ഞു നോക്കി. ലക്ഷ്മണന് അറിഞ്ഞില്ല. ഒരു നിമിഷത്തേക്ക് ലക്ഷ്മണൻ വെച്ചു, ഓ സീതയാ, ബാബി ബാബി എന്നാണ് വിളിക്കുക, അതായത് ചേട്ടത്തിയമ്മ, ചേട്ടത്തിയമ്മ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഞെട്ടിപ്പോയി. പക്ഷെ രാമൻ കണ്ട ഉടനെ രാമന് മനസ്സിലായി, അല്ല അങ്ങെന്താ ഇവിടെ, ശംഭു എവിടെ പോയി, ശംഭു കൂടെ വന്നില്ലേ, ഞാനിപ്പോൾ ശിവലിംഗത്തിന് പൂജ ചെയ്യാണ്, എനിക്ക് നല്ലൊരു മംഗളകരമായിട്ടുള്ള സംഭവമായിട്ട് തോന്നി. കാരണം അങ്ങ് തന്നെ, ഞാൻ ആരെയാണോ പൂജിക്കുന്നത് അങ്ങ് തന്നെ വന്നുവല്ലോ, പക്ഷെ കൂടെ ശംഭുവിനെ കൂടി കൊണ്ടുവരായിരുന്നുവല്ലോ. അപ്പോഴത്തേക്ക് സതീദേവിക്ക് മനസ്സിലായി, എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങേ പരീക്ഷിക്കാനാണ് വന്നത്, പക്ഷേ ഞാൻ തോറ്റുപോയി. അതിനെന്താ ഇപ്പം, അങ്ങയുടെ അനുഗ്രഹം വേണം, ഞാൻ പൂജ തുടങ്ങാൻ പോവാണ് എന്ന് രാമൻ സതീദേവിയോട് പ്രാർത്ഥിച്ചു. സതീദേവി വീണ്ടും പോയി. സതീദേവി കൈലാസത്തിൽ പോയിട്ട് ശിവൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പം ശിവൻ പറഞ്ഞു, അവിടെ നിൽക്കുമോ നീ, ഇനി നിനക്ക് എൻ്റെ വാമഭാഗത്തിൽ ഇരിക്കാനുള്ള അധികാരമില്ല. എന്തുകൊണ്ട്, ഞാൻ ആരെയാണോ പൂജിക്കുന്നത് അവരെ സംശയിച്ചുവല്ലോ നീ, അതുകൊണ്ട് ഇരിക്കാനുള്ള അവകാശം നിനക്ക് ഇനിയില്ല. നീ എൻ്റെ ധർമ്മപത്നി തന്നെയാണ്, പക്ഷേ ആ ഭാഗത്തിൽ ഇനി ഇരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്, ചില വ്യാഖ്യാതാക്കന്മാർ നല്ല രസകരമായിട്ടുള്ള വ്യാഖ്യാനം നൽകുന്നുണ്ട്. ഒരു വ്യാഖ്യാനം, നല്ല രസകരമായിട്ടുള്ള വ്യാഖ്യാനം എന്താണ്, ഇപ്പം നീ ഞാൻ ആരെയാണോ പൂജിക്കുന്ന ആ അദ്ദേഹത്തിൻ്റെ രൂപമാണല്ലോ ധരിച്ചത്, ഞാൻ വണങ്ങുന്ന എനിക്ക് അമ്മയായിട്ടുള്ള ആ സീതാദേവിയുടെ രൂപം നീ ധരിച്ചു, അപ്പം നിന്നെ കാണുമ്പോൾ എനിക്ക് ആൾ ഓർമ്മ വരില്ലേ, അപ്പോൾ സീതാദേവി ഓർമ്മ വരുമ്പോൾ ആ സീതാദേവി ഞാൻ എങ്ങനെ എൻ്റെ പത്നിയായിട്ട് കാണും, അതുകൊണ്ട് നിനക്ക് ആ ഒരു ഇത് ഞാൻ നിന്നിൽ നിന്നും ആ അവകാശം ഞാൻ എടുത്തിരിക്കുന്നു. അതിനും എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ ചില ഷേപ്പിൽ നമ്മൾ മത്സ്യം കഴിക്കാത്തവർ, മത്സ്യ മാംസങ്ങൾ കഴിക്കാത്ത വെജിറ്റേറിയൻസ് ഉണ്ടാവുമല്ലോ, അവർക്ക് ഈ ചിലപ്പം പല സാധനങ്ങൾ, കേക്ക്, ബിസ്ക്കറ്റ് ഒക്കെ ആ രൂപത്തിൽ കിട്ടിയാലും ചിലപ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അല്ലേ. ചിലപ്പം ചിലരൊക്കെ വെജിറ്റേറിയൻ കറികൾ പോലും നോൺ വെജ് സ്റ്റൈലൊക്കെ ഉണ്ടാക്കിയിട്ട് അതേപോലെ ഷേപ്പിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നുമോ? കാരണം അത് മീനിൻ്റെ ഷേപ്പിൽ വെച്ച് കഴിഞ്ഞാലോ, വെജിറ്റേറിയൻ കറി മീനിൻ്റെ ഷേപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ ഓർമ്മ വരുമല്ലോ. അതേ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അപ്പം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ചില രാമായണങ്ങളിലുണ്ട്, നമ്മുടെ രാമായണത്തിൽ ഇല്ലാന്ന് തോന്നുന്നു, എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ. ശിവ രാമം നമതി. അടുത്തത് രാവണ രാമേണ, ഇത് നമ്മൾ പഠിച്ചിട്ടില്ല ഈ പദം. രാമേണ ഹതഃ, ഹനിക്കപ്പെട്ടു, വധിക്കപ്പെട്ടു. രാവണ രാമേണ ഹതഃ. രാമഃ എന്നുള്ള പദം നമ്മൾ പഠിച്ചു, രാമം എന്നുള്ളതും പഠിച്ചു. ഇത് നമുക്ക് പഠിക്കാനുണ്ട്. രാമേണ, രാമനാൽ, ഹതഃ, വധിക്കപ്പെട്ടു. രാമനായിക്കൊണ്ട് നമസ്കാരം, ഇതും നമ്മൾ പഠിച്ചു. രാമായ നമഃ, രാമന് നമസ്കാരം. രാമായ, രാമനിൽ നിന്ന് പ്രപഞ്ചം ഉദ്ഭവിച്ചു. രാമാത്, ഇതും നമുക്ക് പഠിക്കാനുണ്ട്. രാമാത് പ്രപഞ്ചം ഉദേതി, ഉദ്ഭവിക്കുന്നു, ഉദിക്കുന്നു. അല്ലെങ്കിൽ ജഗത്ത് എന്നും ഇടാം. രാമാത് പ്രപഞ്ചം ഉദേതി. ഇനി രാമൻ്റെ അമ്മ, അത് നമ്മൾ പഠിച്ചു. രാമൻ്റെ, രാമസ്യ, രാമസ്യ മാതാ കൗസല്യ. എല്ലാ സെന്റൻസും വാക്യങ്ങളും അവസാനിക്കുന്നത് ഒരു വടി കൊണ്ടാണ്, ദണ്ഡം കൊണ്ടാണ്. രാമസ്യ മാതാ കൗസല്യ. രാമനിൽ ഭക്തി ഉറയ്ക്കണം, അത് നമ്മൾ പഠിച്ചിട്ടില്ല. രാമേ, രാമനിൽ ഭക്തി ദൃഢാ ഭവതു. രാമനിൽ ഭക്തി ദൃഢമായി ഭവിക്കട്ടെ. അടുത്തത് ഹേ രാമ. ജയതു, ജയിച്ചാലും. ഹേ രാമ ജയതു, ജയിച്ചാലും. അപ്പം ഇവിടെ
രാമശബ്ദം അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിന് പല പല വകഭേദങ്ങൾ നമ്മൾ കാണുകയാണ്. രാമഃ, രാമം, രാമേണ, രാമായ, രാമാത്, രാമസ്യ, രാമേ, രാമ. രാമഃ അല്ല, ഇത് എക്സ്ക്ലമേഷൻ മാർക്കാണ്, വിളിക്കുന്നതുകൊണ്ട് സംബോധന ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഇട്ടതാണ്. രാമ ഒരേ പദം തന്നെയാണ്, പക്ഷെ പല പല രൂപങ്ങൾ, അതിൻ്റെ അവസാനം പല പലതാണ്. അപ്പോൾ പല പല അവസാനം വരുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി വ്യത്യസ്തമായിട്ട് വരും. ഇതിനെയാണ് നമ്മൾ വിഭക്തികൾ എന്ന് പറയുന്നത്. അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിൻ്റെ വിഭക്തികൾ ഇവിടെ എഴുതാൻ പോവാണ്. പ്രഥമാ വിഭക്തി രാമഃ, ദ്വിതീയാ വിഭക്തി രാമം, തൃതീയാ വിഭക്തി രാമേണ, രാമായ, ചതുർത്ഥി വിഭക്തി രാമായ, പഞ്ചമി വിഭക്തി രാമാത്, ഷഷ്ഠി വിഭക്തി രാമസ്യ, സപ്തമി രാമേ, രാമ, രാമ, രാമ. ഇത് പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ഠി, സപ്തമി. ഇത് സംബോധന എന്ന് പറയും നമ്മൾ. അവസാനത്തെ രാമ എന്ന് പറയുന്നത് സംബോധന. സംബോധന പ്രഥമ എന്ന് നമ്മൾ പറയും, അഭിസംബോധന ചെയ്യാണ്. ഇതാണ് 7 വിഭക്തികൾ അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിൻ്റെ. ഇതിൻ്റെ നമ്മൾ പ്രഥമാ വിഭക്തി കണ്ടു, ദ്വിതീയാ വിഭക്തി കണ്ടു, ചതുർത്ഥി വിഭക്തി കണ്ടു, ഷഷ്ഠി വിഭക്തി കണ്ടു, സംബോധന വിഭക്തി നമ്മൾ കണ്ടു. ഇനി ഇതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ വാക്യങ്ങൾ മലയാളത്തിൽ കണ്ടുവല്ലോ. അപ്പം മലയാളത്തിൽ രാമൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ വാക്യങ്ങൾ രചിച്ചു, സീത എന്ന ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് വാക്യങ്ങൾ രചിച്ചു, പ്രഭു എന്ന ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് വാക്യങ്ങൾ രചിച്ചു. ഓരോ ശബ്ദം വരുമ്പോഴും അതിൻ്റെ രൂപങ്ങൾ വ്യത്യസ്തമാണല്ലോ. അതേപോലെ തന്നെ ഇപ്പം രാമ അകാരാന്ത ശബ്ദമായതുകൊണ്ട് അത് ഇങ്ങനെയാണ് അതിൻ്റെ രൂപങ്ങൾ. അതേപോലെ അന്തമനുസരിച്ച്, അതായത് ശിശു ശബ്ദത്തിൻ്റെ അന്തം ഊ ആണ്, കവി ശബ്ദത്തിൻ്റെ അന്തം ഈ ആണ്, സീതാ ശബ്ദത്തിൻ്റെ അന്തം ആ ആണ്. അതേപോലെ അങ്ങനെ നദീ ശബ്ദത്തിൻ്റെ അന്തം ഈ ആണ്. അപ്പം അതിനനുസരിച്ച് ഈ രൂപങ്ങൾ മാറും. പക്ഷെ രൂപങ്ങൾ മാറും, അർത്ഥങ്ങൾ മാറില്ല. അർത്ഥങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അർത്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രൂപങ്ങൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. അർത്ഥങ്ങൾ നമ്മൾ ഇത്ര എണ്ണത്തിൻ്റെ ഒരർത്ഥം കണ്ടു. ഓരോ വിഭക്തി രൂപത്തിനും ഒന്നിലധികം അർത്ഥങ്ങളുണ്ട്. നമ്മളിപ്പോൾ വരുന്നത് ഒരർത്ഥമേ കണ്ടിട്ടുള്ളൂ, പക്ഷെ എല്ലാം വളരെ ലളിതം തന്നെയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് കട്ടി കൂടിയ വിഷയമായതുകൊണ്ട് ഇവിടെ നിർത്താം നമുക്ക്. അപ്പം പ്രപഞ്ചം, പ്രപഞ്ചമാണോ പ്രപഞ്ചഃ ഉദേതി. പ്രപഞ്ചഃ അകാരാന്ത പുല്ലിംഗമാണോ അത് നപുംസകലിംഗമാണോ അതെനിക്ക് സംശയമുണ്ട്. പ്രപഞ്ചം അല്ലെങ്കിൽ പ്രപഞ്ചഃ. മാഹാഫ്, അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അല്ലേ? അത് കറക്റ്റ്. ഇവിടെ ഊ ആണല്ലോ വരുന്നത്. ഈ ഊ എന്ന് പറയുമ്പോൾ സ്വരമാണല്ലോ. അപ്പോൾ പ്രപഞ്ചം എഴുതുകയാണെങ്കിൽ ഇവിടെ മാ എഴുതേണ്ടി വരുന്നത്. പക്ഷെ പ്രപഞ്ചഃ എന്നാണ് തോന്നുന്നത്. പ്രപഞ്ചഃ, പ്രപഞ്ചഃ തന്നെയാണത്. അകാരാന്ത പുല്ലിംഗ ശബ്ദം തന്നെയാണ്. അപ്പോൾ പ്രപഞ്ചഃ ഉദേതി. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? രാമ, ഇത് സംബോധന. സംബോധന, സംബോധന. ഞാൻ വേണമെങ്കിൽ ഇവിടെ എഴുതണോ? അത് വേണ്ട. സംബോധന പ്രഥമ, സംബോധന പ്രഥമ.
അപ്പം ഇനി നമുക്ക് കാണേണ്ടത് തൃതീയ വിഭക്തി, പഞ്ചമി വിഭക്തി, സപ്തമി വിഭക്തി നമുക്കിനി കാണാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.